ഈ ഗ്രഹങ്ങളിൽ നിന്നുള്ള ഫലം. അടുത്തതായി 7ാം ഭാവത്തിൽ സൂര്യൻ എന്ന് പറയുന്ന പാപഗ്രഹത്തോടു കൂടി ഒരു പാപഗ്രഹം നിന്നാൽ, 7ാം ഭാവത്തിൽ നിന്നാൽ പുനർവാഹ യോഗഫലം സംഭവിക്കപ്പെടാം. ഈ 7ാം ഭാവത്തിൽ ഒന്നിൽ കൂടുതൽ ഗ്രഹം നിന്നാൽ, പാപഗ്രഹം അല്ലെ ശുഭഗ്രഹമാണെങ്കിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഗ്രഹം നിന്നാൽ, അവിടെ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയൂടെ ഉണ്ട് എങ്കിൽ തീർച്ചയായും പുനർവാഹ യോഗഫലം, ഒന്നിൽ കൂടുതൽ വിവാഹത്തിന് യോഗമുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കപ്പെടും. അനുഭവങ്ങൾ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അതിലുപരി ജാതകത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഷഷ്ടാഷ്ടമദോഷം എന്ന് പറയുന്ന ഭാഗം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു ഭാഗമാണ്. കാരണം ഈ ഷഷ്ടാഷ്ടമദോഷം സംഭവിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിവാഹ ജീവിതത്തിൽ, പ്രത്യേകിച്ച് അവരുടെ നക്ഷത്രപ്രകാരം, കൂറുപ്രകാരമാണ് ഈ ഒരു ഫലം നമ്മൾ കണ്ടെത്തുന്നത്. ഒരു പെൺകുട്ടിയുടെ ജാതകത്തിലെ 6ാം കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ് എങ്കിൽ ആ സ്ത്രീ ജാതകത്തിൽ അഷ്ടമത്തെ നീക്കുന്ന 8ാം കൂറിൽപ്പെടുന്ന പുരുഷ നക്ഷത്രമാണെങ്കിൽ അവിടെ ഷഷ്ടാഷ്ടമദോഷം സംഭവിക്കപ്പെടുന്നു. 6ാം കൂറും 8ാം കൂറും എടുക്കാൻ പാടില്ല. ഈ 6ാം കൂറും 8ാം കൂറും എടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, കലഹങ്ങൾ സംഭവിക്കപ്പെടാം, വിരഹ ദുഃഖത്തിന് കാരണമാവാം, അസ്വസ്ഥമായ ശണ്ഠയുണ്ടാകുന്ന ഒരു മാനസിക ഐക്യമില്ലാതെ രണ്ടും രണ്ട് ധ്രുവത്തിൽ ജീവിക്കുന്ന അവസ്ഥകൾ അനുഭവത്തിൽ വരും. ഈ വേർപിരിയലിന്റെ വക്ക് അല്ലെ ഡിവോഴ്സിൽ എത്തപ്പെടണമെന്നില്ല, പക്ഷെ എപ്പോഴും കലഹങ്ങളും അസ്വസ്ഥമായ മനസ്സുകളും സ്നേഹക്കൂടുതൽ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, എപ്പോഴും ഒരു ടോർച്ചറിങ് അല്ലെങ്കിൽ എപ്പോഴും ഒരു മാനസികപരമായി നമ്മളെ വളരെ മുറുക്കി ജീവിക്കുന്ന ഒരു അവസ്ഥ,